Watch India's largest kids library only on Jio Hotstar. Download the app now. ഇതെന്തോന്ന് ഭണ്ഡാരം എറിഞ്ഞിട്ടൊന്നും കൊള്ളുന്നില്ലല്ലേ. ഇവന്റെ ഫോട്ടോയെ പോലെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. കരയണ്ട, ഇതാണ് സയന്റിസ്റ്റ് മാഡി. വലിയൊരു സയന്റിസ്റ്റാ. ഈ സയന്റിസ്റ്റ് മോട്ടുവും പത്ലുവിനെയും ഇവിടുന്ന് ഓട്ടിക്കാനായി നിങ്ങളെ സഹായിക്കും. എന്താ മോട്ടുവിനെ പത്ലുവിനെ ഓടിക്കുമെന്നോ? ഇയാളെ കണ്ടിട്ട് ഒരു വശപ്പശക പോലെ തോന്നുന്നുണ്ടോ? ഇയാളെ മോട്ടുവിനെ പത്ലുവിനെ ഓടിക്കുമെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് എന്റെ കഴിവിൽ സംശയമുണ്ടല്ലേ? എങ്കിൽ എന്നെ ഒന്ന് തൊട്ടു നോക്ക്. ഇത്രയും ചെയ്തത് മതിയോ, അല്ലെ ഇനി കുറെ കൂടെ കുട്ടികൾ കാണിക്കണോ? വേണ്ട വേണ്ട, നിങ്ങൾ ബോട്ടുവിനെ പത്തലുവിനെ പോയി ചെയ്ത് കാണിക്കുക. എന്നെ വിട്ടേക്ക്. നിങ്ങൾ കൊടുക്കുന്ന പണിയില ബോട്ടുവും പത്തലും ഈ ഫുർഫുരി നഗരം വിട്ട് ഓടിപ്പോകണം. നമ്പർ 1, നമ്പർ 2, ബോട്ടുവിന്റെ പത്തലുവിന്റെ അയലോക്കത്തെ ഒരു വീട് കാലിയാണ്. ഇയാൾക്ക് അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേ. ബെസ്റ്റ് ഓഫ് ലക്ക്. ചന്ദമാർക്കിട്ട് നല്ല പണി കൊടുക്ക്. വേണ്ട വേണ്ട, ദേഹത്തെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ചെല്ല്. ഇനി ജോണായിരിക്കുണ്ടോ? പത്ലു, പുതിയതായിട്ട് വന്ന അയൽവാസിയെ കൊണ്ട് തോറ്റല്ലോ. രാത്രി ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലെന്ന് വെച്ചാ. ഏയ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ചിലപ്പോ ബ്ലാസ്റ്റ് ഉണ്ടാക്കുന്നു, ചിലപ്പോ നിലവിളിക്കുന്നു. നോക്കിക്കോ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അയ്യോ വേണ്ട വേണ്ട, അയ്യോ വേണ്ട വേണ്ട, അയ്യോ ഞങ്ങളല്ലേ ശബ്ദം ഉണ്ടാക്കിയത്. അടുത്ത വീട്ടിലുള്ളവന്മാരാണ്. ഞങ്ങളെ വിടൂ. അത് ശരി, ഈ ശബ്ദം അടുത്ത അയൽക്കാരനാണോ ചെയ്യുന്നത്? എന്റെ ബോക്സറേട്ടാ പറയുന്നതിന് മുമ്പ് വായിലിടിച്ച എങ്ങനെ പറയാനാ? ഓഹോ, അപ്പോൾ ഇത് അയാളാണോ ചെയ്യുന്നത്? ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. അയാൾ രാത്രി എന്നല്ല, ഇനി ദിവസത്തിലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നോക്ക് ചെയ്തിട്ട് നോക്കാം. ഇതെന്തോന്ന്, കഥ കാണോ അതോ ഇലക്ട്രിക് ഹൗസോ? എന്തായി ബോക്സർ ചേട്ടാ, അവരെ പാഠം പഠിപ്പിച്ചൊന്നുമില്ലേ? ഇല്ല, ഞാൻ വിചാരിച്ചു നിങ്ങളല്ലേ തൊട്ടടുത്ത അയൽക്കാരാ, അതുകൊണ്ട് നിങ്ങൾ ആദ്യം പോയി ചെന്ന് നോക്ക്. ആദ്യത്തെ അവകാശം നിങ്ങളുടേതാ. വിജയീ ഭവ. വേഗം പോയാട്ടെ. വിജയ് ഭവ എന്ന് വെച്ചാൽ എന്താണ്? വിജയീ ഭവ എന്ന് പറഞ്ഞാൽ വിജയിക്കട്ടെ, എല്ലാവർക്കും നല്ല വിജയമുണ്ടാകട്ടെ, നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം വിജയമുണ്ടാകട്ടെ. ഓ, ഇയാളൊരു സയന്റിസ്റ്റ് ആണോ? അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. വാ, നമുക്ക് ആ ഡോർ ബെല്ലൊന്ന് അടിച്ചേക്കാന്നേ. ഇപ്പോഴാ മനസ്സിലായി അയാൾ എന്തിനാ വിജയ് ഭവ എന്ന് പറഞ്ഞത്. നമ്മുടെ ആൾക്കാര് ഇപ്പൊ മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സന്തോഷിക്കാൻ തുടങ്ങിയിരിക്കുക. ഞാൻ അവരെ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പിടിച്ചോളാം. എടോ മനുഷ്യ, ഇവിടെ അടുത്തൊക്കെ മനുഷ്യരാണ് ജീവിക്കുന്നത്. അവരൊക്കെ സമാധാനത്തോടെ ഉറങ്ങുക. നീയാണെങ്കിലോ ഇല്ലാത്ത ശബ്ദമൊക്കെ ഉണ്ടാക്കി അവരുടെ ഉറക്കം ഇല്ലാതാക്കുക. മനുഷ്യ നിർത്തിക്കോ. ഇനി രാത്രിയിൽ വല്ല ശബ്ദം ഉണ്ടാക്കിയ ഇപ്പൊ എന്തായാലും നിങ്ങളല്ലേ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ബൈ. എന്ത് സയന്റിസ്റ്റ് മാടിയോ? സോറി കൂട്ടുകാരെ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അയാള് വലിയ പുള്ളിയാ. അയാളുടെ കഴിവൊന്നും എനിക്കില്ലേ. എന്താ പറഞ്ഞ വലിയേട്ടാ, എന്താ പറഞ്ഞ്? നിങ്ങൾ ഞങ്ങളെ സഹായിക്കില്ലെന്നോ? എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്ക്. ആ പൊട്ടൻ സയന്റിസ്റ്റിന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ ജങ്കുകളെ, ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പോ. ചിങ്കം സാർ, എമർജൻസിയാണ്, വേഗം വരൂ.
ചിങ്കം സാറേ, ഇതാണ് പറഞ്ഞ പുതിയ ആള്. Why fear when Chingam is here? Hey, scientist, you are under arrest. നീ ഇവിടുത്തെ ജനങ്ങളുടെ ഉറക്കം കളഞ്ഞിരിക്കുന്നു. ആ കുറ്റത്തിന് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. നിയമത്തിന്റെ കൈകൾ വളരെ വലുതാണ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Come out, 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 out. Come out. ചിങ്കം സർ, അകത്തേക്ക് വരൂ. ഞാൻ വരാനായിട്ട് റെഡിയാണ്. കേട്ടല്ലോ മോട്ടു പത്ലു, എന്റെ ശബ്ദം കേട്ടതും അവരകത്തേക്ക് വിളിക്കുന്നത് കണ്ടില്ലേ? ഏയ്. എന്റെ അമ്മോ, നീ ഇപ്പൊ എന്റെ കയ്യിൽ എന്താണ് ഒഴിച്ചിരിക്കുന്നത്? നിയമത്തിന്റെ കൈകൾ വലുതാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്റെ കൈകൾ ശരിക്കും വലുതായിരിക്കുന്നു. എന്റെ കൈ വലുതായിരിക്കുന്നു. ചിങ്കം സർ, ഇപ്പൊ നിങ്ങളുടെ നീണ്ട കൈയുടെ ഡയലോഗ് ഇപ്പൊ ശരിയായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കൈ ഇപ്പൊ ശരിക്കും നീണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇവനെ വെറുതെ വിടൂല. ഭൂമിയിലുള്ള അറ്റാക്ക് ഫെയിൽ ആയാൽ എന്താ, ബൈ എയറിൽ ഇവനെ നമുക്ക് അറ്റാക്ക് ചെയ്യാലോ. വരൂ മുകളിലേക്ക്. വരൂ മോട്ടു പത്ലു, വരൂ. പക്ഷെ നിങ്ങള് ചിമ്മിനിയിൽ നിന്ന് എന്തിനാ ഇറങ്ങി വന്നേ? മാന്യന്മാരെ പോലെ മുൻവാതിലിൽ കൂടെ അല്ലേ ഇറങ്ങി വരണ്ടേ? അതുകൊണ്ട് പോ, മാന്യന്മാരെ പോലെ തിരിച്ചു വാ. എന്റെ പത്ലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ, എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ആ സയന്റിസ്റ്റ് ഇലക്ട്രിക് കൊണ്ടല്ലേ നമുക്ക് ഷോക്ക് തരുന്നത്. അവന്റെ വീട്ടിലേക്കുള്ള ഇലക്ട്രിക് സപ്ലൈ കട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ഓയ് ബല്ലേ ബല്ലേ, ഓ ബല്ലേ ബല്ലേ. കൊള്ളാം പത്ലു, നല്ല സൂപ്പർ ഐഡിയ. ആ വാ പോയി നോക്കാം. ഇപ്പൊ ഇവനെ ആരാ സഹായിക്കാൻ പോകുന്നെന്ന്. ആരോ ഒരാളുണ്ട് ഇവനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ജോൺ, എന്റെ വീട്ടിലെ ഇലക്ട്രിക് സപ്ലൈ പോയിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഓ, അപ്പൊ നീയാണോ ഈ സയന്റിസ്റ്റിനെ വിളിച്ചു വരുത്തിയത്? ഇവൻ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. അത് മോട്ടു, ഞാൻ തന്നെയാ നിനക്കിട്ട് പണിയാൻ പ്ലാൻ ഇട്ടത്. വേഗം ഈ ഫുർഫുറി നഗരത്തിൽ നിന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ നിനക്കൊന്ന് പോകാൻ വേറെ സ്ഥലമില്ലാതെ വരും. ഫുർഫുറി നഗരം വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോവില്ല. നീ പോടാ. പൊട്ടു, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, ഒറ്റയ്ക്ക് വന്നടിക്കടാ. എന്റെ വണ്ടി. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗം എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടു സമൂസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങ്. മോട്ടു, വേണ്ട വേണ്ട, അയ്യോ വേണ്ട. എന്താ തല ചുറ്റിട്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല. അല്ല
അല്ല അയാൾ എവിടെയാ തല്ലിയ നിന്നെ നീ ഇത്രമാത്രം പറക്കാൻ വേണ്ടി? അടിമേടിയതിനേക്കാളും ഭേദമല്ല സയന്റിസ്റ്റ് ഇങ്ങനെ പറന്ന് വന്ന് വീഴുന്നതായി. നിങ്ങൾ ഒരൊറ്റ ഒരുത്തൻ കാരണം എന്റെ രണ്ട് കൈയും വർക്കൗട്ടാവുന്നത്. മാഡിജി ഇപ്പൊ നിങ്ങളുടെ ഊഴമാണ്. ഞാനൊരു സയന്റിസ്റ്റ് ആണ്, ഫൈറ്റർ അല്ല. മോട്ടു പത്ലുവിന്റെ കൂടെ വഴക്കടിക്കണത് ഇമ്പോസിബിൾ ആണ്. ബൈ. Watch India's largest kids library only on Geo Hotstar. Download the app now.